ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയാം, ബ്രദർ സുരേഷ് ബാബുവിനെ ഉപയോഗിച്ച ദൈവം നിന്നെയും ഉപയോഗിക്കാൻ വിശ്വസ്തനാണ്. ഈ ദൈവദാസന്മാരെ ഉപയോഗിച്ച ദൈവം നിന്നെയും ഉപയോഗിക്കാൻ വിശ്വസ്തനാണ്. എന്നെ വിടുവിച്ച കർത്താവ് നിന്നെ വിടുവിക്കാൻ വിശ്വസ്തനാണ്. അത് വിശ്വസിക്കുന്നവർ കൈകളെ ഉയർത്തി ഇന്ന് രാത്രി കർത്താവിന് നന്ദി പറ. കൈയിന്റെ വഴി എടുക്കരുത്, കൈയിന്റെ വഴി എടുക്കരുത്. അത് നല്ല വഴിയല്ല. അവന്റെ ചരിത്രം അതോടുകൂടെ അവസാനിക്കുകയാണ്. കോരകിന്റെ വഴി എടുക്കരുത്. എന്താ കോരകിന്റെ വഴി? സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിലാണ് ഈ കോരകിനെ തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നത്. അധികാരത്തോട് മത്സരിച്ച കോരഹ്, മോശയ്ക്ക് വിരോധമായി മത്സരിച്ച കോരഹ്, കൂട്ടം കൂട്ടിയ കോരഹ്. വേദപുസ്തകം പറയുന്നു, സംഖ്യാപുസ്തകം 30-ാം വാക്യത്തിൽ 16-30 പറയുന്നു, ഒരു അപൂർവ കാര്യം സംഭവിച്ചു. ഭൂമി വായി പിളർന്ന് കോരഹിനെയും കൂട്ടരെയും വിഴുങ്ങിക്കളഞ്ഞു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത് അധികാരങ്ങളോട് മത്സരിക്കാനല്ല, അധികാരങ്ങൾക്ക് വിധേയപ്പെടുവാനാണ്. എന്നെ നിങ്ങളെ വിളിച്ചത് അധികാരങ്ങളെ എതിർക്കുവാനല്ല, അധികാരങ്ങളെ അനുസരിക്കുവാൻ വേണ്ടിയാണ്. വിധേയത്വത്തിനകത്തൊരു മനോഹരത്വമുണ്ട്. ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യയും ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവും, മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കൾക്ക് വിധേയപ്പെടുന്ന മക്കളും ഉള്ള ഒരു കുടുംബം ഈ ഭൂമിയിലെ സ്വർഗമാണ്. അതിനൊരു മനോഹരത്വമുണ്ട്. നിങ്ങൾക്ക് മീതെയാക്കിയിരിക്കുന്ന ദൈവപുരുഷന് വിധേയപ്പെടുന്ന മനോഭാവമുള്ള ഒരു വിശ്വാസിയാണ് നിങ്ങളെങ്കിൽ നിന്റെ സഭയ്ക്കൊരു ബ്യൂട്ടി ഉണ്ട്, ഒരു മനോഹരത്വമുണ്ട്. ഇത് കോരഹിന്റെ തലമുറയായി മാറരുത്. ഇത് മത്സരിക്കുന്ന തലമുറയായി തീരരുത്. അധികാരങ്ങൾക്ക് വിരോധമായി കൂട്ടം കൂടുന്ന തലമുറയായി തീരരുത്. അസൂയയുടെ വഴിയെടുക്കുന്ന കൈയിന്റെ വഴി നമുക്കുള്ളതല്ല. അധികാരത്തോട് മറുതലിക്കുന്ന കോരഹിന്റെ വഴി നമുക്കുള്ളതല്ല. 3, ബിലയാമിന്റെ വഴി. എന്താ ബിലയാമിന്റെ വഴി? അത് വ്യക്തമാക്കുന്നത് പത്രോസാണ്. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ വേദപുസ്തകം വ്യക്തമാക്കുന്നു. അവർ നേർവഴി വിട്ടുതെറ്റി ബയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. പണത്തിന്റെ മേളിൽ മറിയുന്ന മനോഭാവത്തിന്റെ വഴി. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത വഴി. പണം കിട്ടാൻ വേണ്ടി, പദവി കിട്ടാൻ വേണ്ടി എന്ത് കോപ്രായങ്ങളും കാണിക്കുന്ന വഴി. ഇന്ന് രാത്രി സ്നേഹത്തോടെ പറയുന്നു, നിങ്ങൾ എന്റെ പ്രായം നോക്കരുത്, നിങ്ങൾ എന്റെ പൊക്കം നോക്കരുത്, നിങ്ങൾ എന്റെ കുടുംബം നോക്കരുത്. ഇന്ന് രാത്രിയിൽ അതൊക്കെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഈ ശബ്ദം തികച്ചും ദൈവ ശബ്ദമാണെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ബിലയാമിന്റെ വഴി നമുക്കുള്ളതല്ല. പണം ദൈവം തരും, പദവി ദൈവം തരുന്നത് മതി. യഹോവ എന്റെ ഇടയനാണെങ്കിൽ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്റെ പുറകെ വരും. ദൈവത്തെ ഞാൻ സേവിച്ചാൽ എന്റെ ദൈവം എന്നെ മാനിക്കേണ്ടടുത്ത് മാനിക്കും. എന്റെ ദൈവം എന്നെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും. എന്റെ ദൈവം എനിക്ക് തരേണ്ടത് തരും. അത് വിശ്വസിച്ചവരും അനുഭവിക്കുന്നവരും ഒന്ന് കൈകൾ അടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഓ, ഇത് പോരെ പ്രിയപ്പെട്ടവരെ. ഇന്നുവരെ ഞാനൊന്നിന്റെ പുറകിൽ പോയതല്ല. എന്റെ ദൈവം എനിക്ക് സകലതും നൽകി മാനിച്ചതാണ്. അർഹതകളില്ലാത്തടുത്ത് അവൻ എന്നെ അർഹനാക്കി, യോഗ്യതകളില്ലാത്തടുത്ത് അവൻ എനിക്ക് യോഗ്യത നൽകി. അതുകൊണ്ട് അസൂയ എന്ന വികാരം മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് എടുക്കുന്ന വഴിയാക്കി മാറ്റരുത് എന്ന് കയ്യിനെ വെച്ചുകൊണ്ട് യൂദ പറയുകയാണ്. ബിലയാമിനെ എടുത്ത് ഉയർത്തി കാണിച്ച് പറയുന്നു, അധികാരങ്ങളോട് മത്സരിക്കുന്ന വഴി നല്ലതല്ല. എന്താ ഉണർവ്? ഉണർവിൽ ഐക്യതയുണ്ട്. ഉണർവ് ഉണ്ടെങ്കിൽ സ്നേഹമുണ്ട്. സ്നേഹമില്ലാത്ത ഉണർവ് ഉണർവാണോ? ഐക്യതയില്ലാത്ത ഉണർവ് ഉണർവാണോ? പ്രാർത്ഥനയില്ലാത്ത ഉണർവ് ഉണർവാണോ? വിശ്വാസമില്ലാത്ത ഉണർവ് ഉണർവാണോ? വിശ്വസ്തതയില്ലാത്ത ഉണർവ് ഉണർവാണോ? ഉണർവിൽ വിശ്വസ്തതയുണ്ട്, ഉണർവിൽ സ്നേഹമുണ്ട്, ഉണർവിൽ ഐക്യതയുണ്ട്.
അസൂസയിലും വേൽസിലും ഒക്കെ ഉണർവുണ്ടായപ്പോൾ അഴിമതികളും അനീതികളും പട്ടണത്തിൽ ഇല്ലാതെയായി. പബ്ബുകളും ബാറുകളും അടച്ചുപൂട്ടി. ഉണർവിൽ വ്യാപരിക്കേണ്ട ശക്തമായ കാര്യം വിശുദ്ധിയാണ്. വിശുദ്ധിയില്ലാത്ത ഉണർവാണോ? തുറച്ചു നോക്കരുത് തന്നെ. ഞാൻ പേടിക്കുകയല്ല. കാരണം ഞാനൊരു പെന്തിക്കോസ് കൂട്ടത്തിൽ ജനിച്ച ആളല്ല. എൻ്റെ വീട്ടിൽ പാസ്റ്റർമാരില്ലായിരുന്നു. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലം ഇല്ലായിരുന്നു. ശക്തമേറിയ ഒരു പാരമ്പര്യത്തിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ മേൽ പകർന്ന് എൻ്റെ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചതാ. 17-ാമത്തെ വയസ്സിൽ മനുഷ്യനും മതവും എന്നെ മുടക്കി നിന്റെ ഭാവി എന്താകുമെന്ന് വെല്ലുവിളിച്ചെടുത്തുനിന്ന് കഴിഞ്ഞ 25 വർഷമായി ഈ ക്രൂശിന്റെ വചനം പ്രസംഗിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ നിലനിർത്തിയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം എടുക്കരുത് എന്ന് പറയുന്ന വഴിയുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിലേക്ക് വരുമ്പോ ഈ ഭാഗത്തിലേക്ക് കയറുമ്പോൾ എനിക്കറിയാം ചിലരോടുള്ള ദൈവത്തിന്റെ ആലോചന കർത്താവ് അറിയിക്കുക. ഇസഹാക്കിനോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ ഈജിപ്തിലേക്ക് പോകരുത്. നിന്റെ പിതാവായ അബ്രഹാമിനോട് സത്യം ചെയ്തത് ഞാൻ നിന്റെ മേളിൽ നിവർത്തിക്കും. അപ്പന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം മകന്റെ കാലത്തും ഉണ്ടായി. ഉൽപ്പത്തി 26 എടുത്തോ നോക്കുന്നുണ്ടോ? എന്നെ എഴുതിയിരിക്കുന്നേ, മുമ്പിലത്തെ പോലെ അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി. ക്ഷാമം കണ്ടുകൊണ്ട്, സാഹചര്യം കണ്ടുകൊണ്ട്, അവസ്ഥ കണ്ടുകൊണ്ട് ഇസഹാക്ക് ഒരു തീരുമാനം എടുക്കുകയാണ്, ഈജിപ്തിലോട്ട് പോകാൻ. ദൈവം ദൂതനെയല്ല ഇവിടെ അയച്ചത്, ദൈവം മനുഷ്യനെയല്ല ഇവിടെ അയച്ചത്. ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് വാഗ്ദത്തമുള്ളവനോട് പറയുന്നു, നീ ഈജിപ്തിലോട്ട് പോകരുത്, നീ ആ വഴി എടുക്കരുത്. അത് നിനക്കുള്ള വഴിയല്ല, അത് നിന്റെ ഡെസ്റ്റിനി അല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ട് കേട്ടോ. ദൈവം നിർത്തിയിരിക്കുന്നിടത്ത് നിൽക്കുന്നതാ അനുഗ്രഹം. ഈ വാഗ്ദത്തം നിവർത്തിക്കാൻ ദൈവത്തിന് ചില ഇടമുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കാശ്മീരിൽ വളരേണ്ട ആപ്പിൾ മരം കാശ്മീരിൽ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആപ്പിൾ പിടിച്ചു നിൽക്കുന്നു. ഇത് കണ്ടങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചിന്തിക്കുക 2-3 തൈ മേടിച്ചോണ്ട് തിരുവല്ല വെക്കാൻ. ആപ്പിൾ ഉണ്ടാകുകയില്ല. ഉണ്ടായാലും അതിന്റെ മരത്തേൽ എഴുതി വെക്കണം ആപ്പിൾ എന്ന്. പ്രൈസ് ദി ലോർഡ്. കാശ്മീരുകാരൻ ഇവിടെ വന്നിട്ട് ഒറ്റത്തെങ്ങേ നിൽക്കുന്ന തേങ്ങ കണ്ടോണ്ട് തെങ്ങിൻ തൈ മേടിച്ച് കാശ്മീരിൽ കൊണ്ടുവച്ചാൽ തേങ്ങ ഉണ്ടാകുകയില്ല. ദൈവത്തിന് വളർത്താനും ഫലം കൊടുക്കാനും ദൈവം ചിലടുത്ത് നിർത്തിയിട്ടുണ്ടെന്നേ. അവിടെ നിൽക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, അവിടെ വിധേയപ്പെടാൻ നിനക്ക് കഴിഞ്ഞാൽ, അവിടെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ നിന്റെ ക്രിസ്തീയ ജീവിതം ഫലകരമാകും. ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന ക്ലയോപ്പാവും തന്റെ ഭാര്യയായ മറിയവും, അവർ ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയതിന്റെ കാരണം യേശു കർത്താവിന്റെ കാൽവറി മരണമാണ്. ക്രിസ്തുവിന്റെ മരണത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലെന്ന് ചിന്തിച്ചവരുടെ ജീവിതത്തിൽ അവര് പ്രതീക്ഷിക്കാത്ത ആ സംഭവം ഉണ്ടായി. ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം ക്രൂശിതനായി. അവൻ കാൽവറി ക്രൂശിൽ മരിച്ചു. അരിമത്തിയിലെ മന്ത്രിയായ ജോസഫിന്റെ കല്ലറയിൽ അവനെ അടക്കി. ഇതൊരിക്കലും ക്ലയോപ്പാവും തന്റെ ഭാര്യയായ മറിയവും പ്രതീക്ഷിച്ചതല്ല. അവര് പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ച കാരണം കൊണ്ട് നിരാശയോടെ ജെറുസലേം വിട്ട് അവർ എമ്മോസിലേക്ക് പോകുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, യേശു താനും അവരോട് കൂടെ ചേർന്ന് നടന്നു. അവരുടെ വീടിനോട് അടുക്കാറായപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവൻ അവരോട്, ഇന്ന് രാത്രി നീ ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ വീട്ടിൽ പാർക്ക, സന്ധ്യയായല്ലോ. യേശുവിനെ ക്ഷണിച്ചതിനാൽ യേശു ആ ഭവനത്തിൽ ചെന്നു, അപ്പം നുറുക്കി അവർക്ക് കൊടുത്തു. അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ആമേൻ. അന്ന് രാത്രിയിൽ തന്നെ ആ ക്ലയോപ്പാവും കുടുംബവും തിരിച്ച്
ജെറുസലേമിലേക്ക് പോയി. 7 മൈലുണ്ട്, അങ്ങോട്ട് 11 കിലോമീറ്റർ, അങ്ങനെയാണ് ഇങ്ങോട്ടും 11 കിലോമീറ്റർ. ഒറ്റ ദിവസം 22 കിലോമീറ്റർ അവർ നടന്നു. അതിനുള്ള കരുത്ത് കർത്താവിന്റെ വചനത്തിനകത്തുനിന്ന് അവരുടെ അകത്ത് കത്തിയിരുന്നു. എന്നെ കേൾക്കുന്നവരെ, എന്തിനാണ് എമ്മോസിലേക്ക് പോയവരെ അന്ന് രാത്രി തന്നെ തിരിച്ചു പിടിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നേ? ഒറ്റ കാരണേ ഉള്ളൂ. വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമെന്ന വാഗ്ദത്തം ഈ കുടുംബവും കേട്ടതാ. കാരണം ക്ലയോപ്പാവിന്റെ ഭാര്യയായ മറിയം യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ വരെ ഉണ്ടായിരുന്നു എന്ന് യോഹന്നാൻ 19 എഴുതിയിട്ടുണ്ട്. ആമീൻ. വാഗ്ദത്തം കേട്ട കുടുംബമാണ്, ശിഷ്യന്മാരുടെ ഗണത്തിലുണ്ടായിരുന്ന കൂട്ടമാണ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത് എമ്മോസിലല്ല, വാഗ്ദത്തം വെളിപ്പെടാൻ പോകുന്നത് എമ്മോസിലെ അവരുടെ വീട്ടിലല്ല, ജെറുസലേമിലെ മാളിക മുറിയിലാണ്. വാഗ്ദത്തമുള്ളവനെ, വാഗ്ദത്തമുള്ള വഴിയിലേക്ക് വഴിതെറ്റിപ്പോയവനെ തിരിച്ചു പിടിച്ച കർത്താവിനെ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു? ആ കുടുംബത്തെ യേശു മടങ്ങിക്കൊണ്ടുവന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നേ, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവരും ഉണ്ടായിരുന്നു ആ 120 പേരിൽ. അവര് 2 പേരില്ലായിരുന്നെങ്കിൽ ആ കൂട്ടം കംപ്ലീറ്റ് ആകുകയില്ല. അപ്പോ ദൈവം ചിലത് പറഞ്ഞിട്ടുള്ളിടത്ത് നിൽക്കാൻ നമുക്ക് പറ്റിയാൽ വാഗ്ദത്തത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. ഏലി ഇരുന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ് ദൈവം ഇറങ്ങി വന്ന് സാമുവേലിനെ വിളിക്കുന്നേ. പക്ഷെ ഏലി രംഗത്തില്ല. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കണോ? വാഗ്ദത്തം നിറവേറണോ? ഇസഹാക്കിനോട് ദൈവം പറയുന്നു, നിന്റെ ബുദ്ധിയുടെ തീരുമാനങ്ങൾ നീ എടുക്കരുത്.